ഹലോ, ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ പാത്തു എന്തൊക്കെയാണ് ബാലിയിൽ കഴിക്കണേന്നാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആയിരുന്നു. പാത്തുട്ടിയാണെങ്കിൽ ആ സമയത്ത് നല്ല ഉറക്കം. അങ്ങനെ നിർബന്ധിച്ചൊക്കെ കുത്തിപ്പൊക്കിയപ്പോൾ കുറച്ച് തണ്ണിമത്തം കഴിച്ചു. അവിടെ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനത് പൊതിഞ്ഞു കിട്ടിയിട്ട് റൂമിലേക്ക് എടുത്തു. എന്നിട്ട് അവളെ തഞ്ചത്തിലൊക്കെ ഒന്ന് വിളിച്ചുണർത്തിയിട്ട് അതങ്ങോട്ട് കൊടുത്തു. ഞങ്ങൾ ഇന്ന് ബീച്ചിലേക്കാണ് കേട്ടോ ആദ്യം തന്നെ പോയത്. അവിടെ എത്തി പാത്തുട്ടി പിന്നെ മണൽ വാരി കളിയായി. ബീച്ച് സൈഡിലായിട്ട് കരിക്കൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് ഒരെണ്ണം വാങ്ങിച്ച് 3 പേരും കൂടി ഷെയർ ചെയ്ത് വെള്ളം കുടിച്ചു കേട്ടോ. പിന്നെ ഇതിന്റെ കാമ്പ് പാത്തുട്ടി തന്നെയാണ് കേട്ടോ കഴിച്ചത്. അവൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. മണലിലും പിന്നീട് കടലിലും കളിച്ച് തിമിർത്ത് ക്ഷീണിച്ച് തളർന്ന പാത്തുട്ടി പോണ വഴിക്ക് ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടോ. ഐസ്ക്രീം ഒന്നുമല്ല, ഫ്രൂട്ട്സിൻ്റെ ഒരു ഐസ്. ഞാനതിൽ നിന്ന് ഇച്ചിരി കുളം കീഞ്ചി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. കാറിലെത്തി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ പാഴ്സലായിട്ട് എടുത്ത ഫ്രൈഡ് ചിക്കൻ നൂഡിൽസ് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമ്മൾ ചെന്ന് ഓർഡർ പറയുമ്പോഴാണ് ഇവരെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് കൂട്ടി തരുന്നത്. അപ്പം ഞാൻ പറയും ഈ ഫുഡ് എൻ്റെ ബേബിക്ക് കൊടുക്കാനാണ്, സ്പൈസ് തീരെ ഇടണ്ടെന്ന്. അപ്പം അങ്ങനെ തന്നെ കിട്ടും കേട്ടോ. ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും പാത്തുനും അത് ധാരാളം. ഇതിപ്പോൾ കാറിൽ വെച്ച് എന്താ കൊടുക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് കേട്ടോ. ഇരുന്ന് കഴിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത്രയും സമയം പോയില്ലേ. അങ്ങനെ കണ്ടൊക്കെ കഴിഞ്ഞിട്ട് പാത്തുട്ടിക്കായിട്ട് ഫ്രൂട്ട് ഐസ്ക്രീം പറഞ്ഞു, എനിക്ക് ഏട്ടനായിട്ട് ഫ്രൂട്ട്സിന്റെ തന്നെ ഒരു ചായ. പിന്നെ കുറെ പേര് എന്നോട് കമന്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ട്, കുട്ടിക്ക് എന്തിനാണ് ഇത്രയും ഫുഡ് കൊടുക്കണേ, ഈ കൊച്ചു ഇത്രയും ഭക്ഷണം കഴിക്കുമെന്ന്. പിന്നെ എന്റെ കൊച്ചു വളരുന്ന പ്രായമാണ്, അവളുടെ ബോഡിക്ക് എത്രയാണോ വേണ്ടത് അത്ര അവള് കഴിക്കും. കുഞ്ഞു കുട്ടികളുടെ വിശപ്പ് എത്രയ്ക്കുണ്ട്, എത്ര ഫുഡ് അവർ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശപ്പ് മാറുന്നു അമ്മേനെക്കാട്ടിലും കൂടുതലായിട്ട് ഒരാൾക്കും അറിയത്തില്ല. കറക്കൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നൊന്ന് ഫ്രഷ് ആയിട്ട് ഡിന്നർ കഴിക്കാൻ പോയി ഞങ്ങൾ. രാത്രി പിന്നെ നാസി കുരങ്, അതായത് ഫ്രൈഡ് റൈസ് വിട്ടിട്ട് ഒരു കളിയും ഇല്ല. ചോറില്ലാണ്ട് വേറെ എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും പാത്തുട്ടിയുടെ വയറ് ഫുള്ളായിട്ടില്ല എന്നുള്ളൊരു തോന്നലാട്ടോ എനിക്ക്. പിന്നെ എല്ലാ ദിവസവും ഞാൻ പാത്തുട്ടിക്ക് നിർബന്ധമായിട്ടും ഫ്രൂട്ട്സ് കൊടുക്കാറുണ്ട് കേട്ടോ. അതിപ്പോൾ ജ്യൂസ് ഫോമിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഹോൾ ആയിട്ടാണെങ്കിൽ അങ്ങനെ.